ഇന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന സമയത്തും പോസ്റ്റർ യുദ്ധത്തിനും ഫ്ലെക്സ് യുദ്ധത്തിനും ഒരു അവസാനവുമില്ല. കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ ഇന്ന് പാലഭിഷേകം വരെ നടത്തി. DCC മെമ്പർ സുഹൈൽ ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഈ പാലഭിഷേകം. കെ.സി. നയിക്കട്ടെ എന്നാണ് ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒന്ന് കാണാം. അല്ല, ഇതിപ്പോൾ നമ്മൾ നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം കാണിച്ചെന്നേ ഉള്ളൂ, പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നോക്കുന്നെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷം ശ്രീ കെ.സി. വേണുഗോപാൽ MP-ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ, നമ്മൾ ഈ തമിഴ് സിനിമകളൊക്കെ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കേരളത്തിലും രാഷ്ട്രീയത്തിൽ ആ ഒരു പുതിയ കൾച്ചർ വരികയാണോ? എന്ത് സംസ്കാരമാണ് വന്ന് കയറുന്നത് എന്നറിയാൻ കഴിയുന്നില്ല. എങ്കിലും ഇവിടെ നോക്കൂ, ഇവിടെ ഹൈക്കമാൻഡ് ഇത്തരത്തിൽ തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞ് പാർട്ടി കെട്ടുറപ്പോടെ പോകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. കാരണം ഈ പോസ്റ്ററിലേക്ക് പാലൊഴിക്കുന്നതിന് ശേഷം നിലപാട് അറിയിക്കുന്നുണ്ട്. നിലപാട് അറിയിക്കുന്നത് ആരാന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഇത് പൊതുവായൊരു പേരെഴുതി മടങ്ങുകയല്ല, സുഹൈൽ ഷാജഹാൻ DCC മെമ്പറാണ് എന്നുകൂടി എഴുതി വെക്കാൻ തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ വികാര പ്രകടനം അത് ഒറ്റയ്ക്കെടുക്കുന്നതോ അല്ല കൂട്ടായി പ്രവർത്തകർ എടുക്കുന്ന തീരുമാനമല്ല. ഇതിന് പിന്നിൽ കൃത്യമായി ഈ മേൽഘടകത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഉണ്ടായ പ്രതികരണത്തിൽ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഈ പൊതുവികാരം VD സതീശനൊപ്പമാണ്, പ്രതിപക്ഷ നേതാവിനൊപ്പമാണ് എന്ന് കൃത്യമായ ഒരു വാദവുമായി അവരെത്തുന്നതോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് PR വർക്കിലൂടെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. പിണറായി വിജയനെ പോലെ ധാർഷ്ട്യമുള്ളൊരു നേതാവല്ല, പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന കെ.സി. വേണുഗോപാലാണ് വരേണ്ടതെന്ന് പറയുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആര് ചോദിച്ചതുപോലെ ഏത് തരത്തിലുള്ള സംസ്കാരമാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോഴും കെട്ടുറപ്പോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന UDF-ന്റെ ആ കെട്ടുറപ്പിനെ തുരങ്കം വെക്കുന്ന തരത്തിലേക്കുള്ള പൊതുവായ പരസ്യമായ അഭിപ്രായ പ്രകടനമാണ് തിരുവനന്തപുരത്ത് പാലഭിഷേകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി.